മോന് ക്ലാസ്സില്ലാതിരുന്നത് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ 10 മണി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് തന്നെ ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ഇന്നലെ തന്നെ മീൻ വാങ്ങി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ആദ്യം തന്നെ അതെടുത്ത് പുറത്ത് വെച്ചു ഐസ് പോകാനായിട്ട്. പിന്നെ തോരനായിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നു. അതും എടുത്ത് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അതൊക്കെ ആദ്യം കഴുകി മാറ്റിയതിന് ശേഷം തോരനുള്ളതൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. തോരനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം തോരനും കറിക്കും വേണ്ട തേങ്ങയൊക്കെ ചിരകി മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അരി കഴുകി ഞാൻ അടുപ്പിലിട്ടതിന് ശേഷം കുക്കറൊക്കെ അടച്ച് വെച്ച് പെട്ടെന്ന് തോരനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് ഈ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ 3-4 ചെറിയുള്ളി കട്ട് ചെയ്തും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്തു. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മീൻ വറുക്കുന്നതിന് വേണ്ട അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി തിരുമ്മി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മീൻ കറിക്ക് വേണ്ട തേങ്ങയരപ്പിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് തേങ്ങ നന്നായി അരച്ചെടുത്തു. അതിൻ്റെ കൂടെ തോരനും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വാളംപുളിയാണ് ഞാൻ പുളിക്ക് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അരപ്പ് നന്നായി വെന്ത് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യമേ ചേർക്കരുത്, മീൻ കറിക്ക് വരും മീൻ സൂപ്പായി പോവും. മാന്തൾ പെട്ടെന്ന് വേവുമല്ലോ. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരടുപ്പിൽ മീൻ വറുക്കാനായിട്ട് വെച്ചു. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തേ. ഇതിൻ്റെ കൂടെ ഞാൻ മീൻ കറിയും കൂടി ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ ചേർത്താൽ പിന്നെ ഈ സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ മീൻ കറിയൊക്കെ മാറ്റി വെച്ച ശേഷം അതിലേക്ക് ചെറിയ താളിപ്പായിട്ട് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നന്നായി മൂത്തതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ആ സമയത്തേക്ക് നമ്മൾ ആ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ നമുക്ക് സെറ്റായി. ചോറും മീൻ കറിയും ക്യാരറ്റും ബീൻസും തോരനും മീൻ വറുത്തൊക്കെ റെഡി ആയപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ചോറ് വിളമ്പി. ഞാൻ കുറച്ച് ചോറെടുത്തു, മീൻ കറി ഒഴിച്ചു, മീൻ വറുത്തതും വെച്ചു, തോരനും ഇട്ടു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ആൾറൂട്ടിക്ക് ഫുഡ് വാരി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനും കൂടി കഴിക്കുന്നുണ്ട്. ഒരാളും കൂടി ഉണ്ട്, അവന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.